നമസ്കാരം. കളിക്കളത്തിലെ പ്രകടനം കൊണ്ട് മാത്രമല്ല, പെരുമാറ്റം കൊണ്ടുകൂടിയാണ് ഒരു താരം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ നടന്ന സംഭവ വികാസങ്ങൾ തന്നെ ഒന്ന് നോക്കുക. കിരീട നേട്ടത്തിന് കാരണക്കാരായവരെയാണോ യഥാർത്ഥത്തിൽ നാം സ്ക്രീനിൽ അധികവും കണ്ടത്? ഈ ലോകകപ്പ് നമുക്ക് നേടിത്തന്ന സഞ്ജു സാംസന്റെയും ജസ്പ്രീത് ബുംറയുടെയും ആഘോഷ പ്രകടനങ്ങൾ എത്രമാത്രം നാം കണ്ടു? ജിയോ ഹോട്ട്സ്റ്റാർ ലൈവ് ടെലികാസ്റ്റിലും പിന്നീട് പുറത്തുവിട്ട ഹൈലൈറ്റ്സിലും അങ്ങനെ ഓരോ ദൃശ്യങ്ങളിലും തിളങ്ങി നിന്നത് ഹർദിക് പാണ്ഡ്യയായിരുന്നു. ശരി തന്നെയാണ്, ആവേശത്തോടെയുള്ള പാണ്ഡ്യയുടെ ആഘോഷം കാണാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടാകും. കളിയിൽ പ്രധാന പങ്ക് വഹിച്ച താരം കൂടിയാണ് ഹർദിക് പാണ്ഡ്യ. ശരി തന്നെയാണ്, അതൊക്കെ തെറ്റൊന്നുമില്ല. എന്നാൽ ആ ആഘോഷം അതിര് കടന്നതായി നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയിട്ടില്ലേ? ഭൂരിപക്ഷം വരുന്ന ക്രിക്കറ്റ് ആരാധകരും പാണ്ഡ്യക്കെതിരെ തിരിയുകയായിരുന്നു. പിന്നീട് വിമർശനങ്ങളായും റീലുകളായും ട്രോളുകളായും ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നതിനിടെയാണ് പാണ്ഡ്യയെ തേടി പുതിയ പണി വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ T20 ലോകകപ്പിന് ശേഷമുള്ള അതിരുവിട്ട ആഘോഷ പ്രകടനത്തിന് പിന്നാലെ ശരിക്കും കുരുക്കിലായിരിക്കുകയാണ് പാണ്ഡ്യ എന്ന് വേണമെങ്കിൽ പറയാം. ദേശീയ പതാകയെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ പരാതി വരികയും അതിന്മേലുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച രാത്രിയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിന് പിന്നാലെ ദേശീയ പതാകയും തോളിൽ കെട്ടി ഗ്രൗണ്ടിൽ ഹർദിക് പാണ്ഡ്യയുടെ ആഘോഷ പ്രകടനം നടന്നത്. കൂട്ടിന് കാമുകി മഹിയേക ശർമ്മയും ഉണ്ടായിരുന്നു. വളരെ നേരമാണ് ഇവർ ഗ്രൗണ്ടിൽ ചിലവഴിച്ചത്. എന്നാൽ ആഘോഷം പതിയെ അതിര് കടന്നു. പതാകയെ കറക്കിയും പിന്നീട് അത് വെച്ച് ശരീരം തുടയ്ക്കുന്ന തരത്തിൽ ആംഗ്യം കാണിച്ചുമൊക്കെയായിരുന്നു ഹർദിക് തന്റെ ആഘോഷം പ്രകടിപ്പിച്ചത്. അതേസമയം ഇത് പുതച്ചു നടന്ന പാണ്ഡ്യ തന്റെ കാമുകിയായ മഹിയേകയുമായി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ വന്നതോടെയാണ് ശരിക്കും പിടി വീണത്. ഹൈലൈറ്റ്സുകളിലും മറ്റും ഈ രംഗം ആദ്യം പുറത്തു വന്നിരുന്നുവെങ്കിലും പിന്നീട് അത് റിമൂവ് ചെയ്തു. എന്നാൽ അപ്പോഴേക്കും റീലുകളും ട്രോളുകളുമായി ഈ ദൃശ്യങ്ങൾ കൂടുതൽ വൈറലാവുകയായിരുന്നു. സമ്മാനദാന ചടങ്ങിന് ശേഷം ഇരുവരും പുരസ്കാര വേദിക്ക് പിന്നിലെ പോഡിയത്തിൽ ഒരുമിച്ച് കിടക്കുകയും ചെയ്തു. ഈ സമയങ്ങളിലെല്ലാം ഹർദിക് പാണ്ഡ്യ ദേശീയ പതാക പുതച്ചിരുന്നതാണ് താരത്തെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. ദേശീയ പതാകയെ ഹർദിക് അപമാനിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച അഭിഭാഷകനായ വാജിദ് ഖാനാണ് ബംഗളൂരുവിലെ ശിവാജി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ ആക്ട് പ്രകാരമുള്ള നിയമലംഘനമാണ് താരം നടത്തിയതെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹർദിക്കിനെതിരെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ വിദഗ്ധോപദേശം തേടി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് പോലീസ്. പ്രത്യക്ഷത്തിൽ പതാകയെ അപമാനിക്കുന്നതിന് തുല്യമായ പ്രവൃത്തി ഹർദിക്കിൽ നിന്നുണ്ടായി എന്നത് വ്യക്തമാണ്. ഹർദിക്കിന്റെ ഭാഗത്തു നിന്നും വലിയ തെറ്റാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ദേശീയ പതാകയോട് നമ്മൾ തീർച്ചയായും ആദരവ് കാണിക്കേണ്ടതുണ്ട് എന്നും ഈ പ്രവർത്തിക്ക് ഹർദിക്കിനെതിരെ നിയമ നടപടി സ്വീകരിച്ചേ മതിയാകൂ എന്നുമാണ് പരാതിക്കാരന്റെ ആവശ്യം. നിയമം അനുസരിച്ച് ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് കുറ്റകരമാണ്. ദേശീയ പതാകയുടെ അന്തസ്സിനെ ബഹുമാനിക്കണമെന്നും അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുമുള്ള കർശന നിയമത്തെക്കുറിച്ച് കായിക താരങ്ങൾക്കും അവബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. ശിവാജി നഗറിലെ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരൻ പരാതിയുമായി ചെന്നപ്പോൾ പോലീസ് ആദ്യം പിന്തിരിപ്പിക്കാൻ നോക്കിയെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇക്കാര്യം ഫയൽ ചെയ്യാൻ ശ്രമിക്കാതെ സംഭവം ഇവിടെയല്ല മറ്റൊരിടത്താണല്ലോ നടന്നത് എന്നായിരുന്നു പോലീസിന്റെ ആദ്യ പ്രതികരണം. ദേശീയ പതാക രാജ്യത്തിന്റെ മുഴുവൻ പ്രതീകമായതിനാൽ ശിവാജി നഗറിൽ പരാതി നൽകാമെന്ന അഭിഭാഷകൻ കൂടിയായ പരാതിക്കാരൻ വിശദീകരിക്കുകയായിരുന്നു. പിന്നാലെയാണ് പരാതി പോലീസ് സ്വീകരിക്കുന്നത്. ദേശീയ പതാകയെ അപമാനിച്ചതിൽ ഹാർദിക്കിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മത്സരത്തിന് ശേഷം നടന്ന സംഭവമായതിനാലും പാണ്ഡ്യയുടെ കാമുകി തങ്ങളുടെ ഭാഗമല്ലാത്തതിനാലും BCCIയോ ICCയോ ഈ കേസിൽ ഇടപെടാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ഹാർദിക്കിന് കേസ് നേരിടേണ്ടി വരും. ഇത് എത്രമാത്രം ഹാർദിക്കിനെ ബാധിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. IPL അടക്കം വരാനിരിക്കെ പാണ്ഡ്യക്കെതിരെ വന്ന പരാതി ഗുരുതരമായിട്ടാണ് ക്രിക്കറ്റ് ലോകം വീക്ഷിക്കുന്നത്. ഗുരുതര സ്വഭാവം നിലവിലില്ല എങ്കിലും ഹാർദിക്കിനെതിരെ ഏതുതരം നടപടിയാകും സ്വീകരിക്കുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പാണ്ഡ്യയുടെ പെരുമാറ്റത്തിലെ അപാകതകളെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടായിരുന്നു. ലോകകിരീടം ജയ്ഷായിൽ നിന്ന് സൂര്യ ഏറ്റുവാങ്ങിയതിന് പിന്നാലെ അത് തട്ടിപ്പറിച്ച് ഫോട്ടോ സെഷനുകളിലും മറ്റും അതേറെ നേരം ഉപയോഗിച്ചത് ഹർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു. ടീമിനൊപ്പവും സ്വന്തമായും പിന്നീട് കാമുകിയുമായും പാണ്ഡ്യ ലോകകപ്പ് വെച്ച ചിത്രങ്ങൾ ധാരാളം എടുത്തു. അതേസമയം ഈ ഒരു മത്സരത്തിലെ വിജയശില്പികളായ സഞ്ജുവിന്റെയോ ജസ്പ്രീത് ബുംറയുടെയോ കോച്ച് ഗൗതം ഗംഭീറിന്റെയോ ലോകകപ്പ് കയ്യിൽ വെച്ചുള്ള ഒരു ചിത്രം നിങ്ങൾ അധികം കണ്ടു കാണുകയുമില്ല. തനിക്ക് ലഭിച്ച പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം വെച്ചാണ് സഞ്ജു തന്റെ ഭാര്യയായ ചാരുലതയും ഒരു ചിത്രം തന്നെ എടുത്തത്. ബുംറയാകട്ടെ ലൈവ് ടെലികാസ്റ്റിൽ ഉൾപ്പെടെ അധികം കണ്ടതുമില്ല. ലോകകപ്പ് ലഭിച്ചത് ടീമിനാണെന്നും മറിച്ച് പാണ്ഡ്യക്കല്ല എന്നും വിമർശനങ്ങൾ തൊട്ടു പിന്നാലെ തന്നെ വന്നിരുന്നതാണ്. അതേസമയം അമിത ആഘോഷത്തിലേർപ്പെട്ട പാണ്ഡ്യയുടെ പിന്നാലെയായിരുന്നു ക്യാമറകളും കൂടിയത്.
അവിടെയാണ് ഈ ഗിമ്മിക്സിൽ നിന്നെല്ലാം മാറി നിന്ന സഞ്ജു ശരിക്കും ഹീറോയായി മാറിയത്. പാണ്ഡ്യയുടെ ആഘോഷം കവർ ചെയ്യുന്ന ക്യാമറയിൽ സഞ്ജു ഒറ്റയ്ക്കിരിക്കുന്ന ദൃശ്യം പതിഞ്ഞു. ആരുടെയും മനം കവരുന്നതായിരുന്നു ആ ദൃശ്യം. പാണ്ഡ്യയുടെ ഓറ തന്നെ നശിപ്പിച്ചു കളഞ്ഞ ഫ്രെയിമിൽ ഫോക്കസ് ഔട്ടായി നിന്ന സഞ്ജുവാണ് താരമായത്. അമിത ആഘോഷ പ്രകടനങ്ങളൊന്നുമില്ലാതെ സ്റ്റേജിലെ പോഡിയത്തിൽ തനിച്ചിരിക്കുകയായിരുന്നു സഞ്ജു. അപ്പോഴാണ് പ്രശസ്ത കമന്റേറ്റർ ഹർഷ ഭോഗലയെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തുന്ന സഞ്ജുവിനെയും നമ്മൾ കണ്ടത്. പാണ്ഡ്യയുടെ ആഘോഷ പ്രകടനത്തിന് ബദലായി സോഷ്യൽ മീഡിയ പിന്നീട് വൈറലാക്കിയത് ഈ ചിത്രങ്ങളായിരുന്നു. സഞ്ജുവിന്റെ ക്ഷണം സ്വീകരിച്ച് ഹർഷ ഭോഗലെ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുകയും ഇരുവരും ഒരുപാട് സംസാരിക്കുന്നതും ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ഇത് വച്ചാണ് ഉത്തരേന്ത്യൻ ആരാധകർ വരെ സഞ്ജുവിനെ ആഘോഷിക്കുന്നത്. ലോകകപ്പ് വിജയത്തിന് പിന്നാലെ തന്റെ ഭാര്യയായ ചാരുലത രമേശിനായി സഞ്ജു പങ്കുവച്ച കുറിപ്പും ആരാധകരെ വികാരധീനരാക്കി. തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്തെത്തിയ സഞ്ജു തന്റെ എളിമ കൈവിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയാണ് അദ്ദേഹം വിശ്രമത്തിലേക്ക് കടന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് യാതൊരു PR വർക്കും ഇല്ലാതെ തന്നെ നമ്മുടെ ഇടനെഞ്ചിലേക്ക് സഞ്ജു ഇടിച്ചു കയറുന്നത്. ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല. തന്റെ വിയർപ്പ് കൊണ്ടുകൂടി ഉണ്ടാക്കിയ ലോകകപ്പ് ഒന്ന് കയ്യിൽ വെച്ച് ആസ്വദിക്കാൻ പോലും അയാൾക്ക് പറ്റിയിട്ടില്ല. തന്നെ അവഗണിച്ചവരെ കൊണ്ട് നല്ലത് പറയിക്കാൻ സഞ്ജുവിന്റെ ഈ ഒരു പ്രകടനവും ഒപ്പം നല്ലൊരു ചിരിയും തന്നെ ധാരാളം. ഇന്ന് മലയാളികളുടെ മാത്രമല്ല ക്രിക്കറ്റ് ലോകത്തിന്റെ തന്നെ മുഴുവൻ പ്രശംസ ഏറ്റുവാങ്ങി അമിതാഹ്ലാദങ്ങളിൽ ഏർപ്പെടാതെ അടുത്ത പോരാട്ടത്തിനായി അയാൾ തയ്യാറെടുക്കുകയാണ്. സഞ്ജു തന്നെയാണ് ദ റിയൽ കേരള സ്റ്റോറി, ദ റിയൽ ഹീറോ.